ഓം ശാന്തി. ഇന്നത്തെ ലോകത്ത് ദിവസം കഴിയുന്തോറും സംബന്ധങ്ങളിലെ സംഘർഷവും ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്വങ്ങളുടെ ലോഡ് കൂടുതലും മനസ്സ് എവിടേക്കെങ്കിലുമൊക്കെ ഓടി നടക്കുകയും ചെയ്യുമ്പോൾ നമ്മളറിയാതെ പലപ്പോഴും സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്കാട്രിസ്റ്റിൻ്റെയും അടുത്തേക്ക് പോകാൻ വരെ മനുഷ്യന്മാർ നിർബന്ധിതരായി പോവുക. കാരണം എന്താണെന്നറിയോ? ഈ പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ മനസ്സും ശരീരവും ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലെ സങ്കല്പങ്ങളും നമ്മുടെ വാക്കും കർമ്മവും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ഒരേ വഴിയിലൂടെ മുന്നേറാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സുഖവും ശാന്തിയും ആനന്ദമൊക്കെ അനുഭവിക്കാൻ തുടങ്ങും. പക്ഷേ ഇന്നത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ നോക്കിയാൽ മനസ്സ് കുതിരയെപ്പോലെ പാഞ്ഞു പോവുകയാണ്. ഒരു നിമിഷം ഒരു സ്ഥലത്താണെങ്കിൽ വേറൊരു നിമിഷം വേറൊരു സ്ഥലത്ത്, വേറൊരു നിമിഷം വേറെ സ്ഥലത്ത്, ഇങ്ങനെ പാഞ്ഞു നടക്കുന്നതായിരിക്കുന്ന മനസ്സാണ്. അതേസമയം ശരീരത്തിനോ അതിൻ്റെ ഒപ്പത്തിനൊപ്പം ഓടിയെത്താനൊട്ട് സാധിക്കുന്നുമില്ല. ഒരുപാട് പ്ലാൻ ചെയ്യും, കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കും. അപ്പം നമ്മുടെ മനസ്സും ശരീരവും ഒന്നിച്ച് പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ അത് സംഘർഷത്തിന് വിധേയമായി മാറും. പതുക്കെ പതുക്കെ മനസ്സിന് പുറത്ത് അലഞ്ഞു നടക്കുക എന്നത് അതിൻ്റെ സ്വഭാവമായിട്ട് മാറും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിയോളൂ. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും, ഈവൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും പലരുടെയും മനസ്സ് പല കാര്യങ്ങളിലേക്കും, ഞാൻ ഈ പറഞ്ഞ നിമിഷം പല ചിത്രങ്ങളും കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും, പലയിടത്തേക്കും അത് ഓടിയിട്ടുണ്ടായിരിക്കാം. ഇത്തരത്തിൽ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും, ആഹാരം പാചകം ചെയ്യുകയാണെങ്കിലും മനസ്സ് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുകയായിരിക്കും. ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓഫീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയായിരിക്കും, മനസ്സ് മറ്റെവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുകയായിരിക്കും. ഇത്തരത്തിൽ നമ്മുടെ മനസ്സും ശരീരവും രണ്ട് തലങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവയുടെ ഐക്യം നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയാണ് മാനസിക സംഘർഷം അഥവാ സ്ട്രെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ മനസ്സിനെ തിരിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരാൻ, എൻ്റെ കൂടെ ഞാൻ ചെയ്യുമ്പോൾ, ഈ ശരീരം കൊണ്ട് ഞാനൊരു കർമ്മം ചെയ്യുമ്പോൾ നീ എൻ്റെ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞ് മനസ്സിനെ പിടിച്ചു കൊണ്ടുവരാനുള്ളതായിരിക്കുന്ന ഒരു ടെക്നിക്ക്, അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമല്ലോ, ഓ എൻ്റെ മനസ്സ് കുറച്ച് സമയമൊക്കെ ഇത്ര സമയം വരെയൊക്കെ നിൽക്കും, അത് കഴിഞ്ഞാലേ പോകൂ എന്ന്. അങ്ങനെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കാൽക്കുലേഷൻ. അതനുസരിച്ച് സ്വയം അവനവനെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് അരമണിക്കൂർ ഒരു പ്രാവശ്യം, ഒരു മണിക്കൂർ ഒരു പ്രാവശ്യം, അഥവാ 2 മണിക്കൂർ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഏതാണോ ഫീൽ ചെയ്യുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്വയം മനസ്സിനോട് ചോദിക്കുക. ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുക, ഉദാഹരണം പറഞ്ഞ് പച്ചക്കറി മുറിച്ചുകൊണ്ടിരിക്കുക, മനസ്സേ ഇപ്പം നീ എവിടെയാണ്? ഈ പച്ചക്കറി മുറിക്കുന്നിടത്താണോ അത് വേറെ വല്ലതും കാണുകയാണോ? അതല്ലെങ്കിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക, മനസ്സേ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം നീ എവിടെയുള്ളത്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ കർമ്മം ചെയ്യുന്ന സമയത്തും അരമണിക്കൂർ മനസ്സിന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നീ ഇപ്പോൾ എവിടെയുള്ളത്? എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. പക്ഷേ വണ്ടർഫുൾ ആയിട്ടുള്ള ഫാക്ടർ, നമ്മൾ ആ മനസ്സിനെ ഒന്ന് നിരീക്ഷിക്കാൻ തുടങ്ങുന്നു എന്നറിയുന്ന നിമിഷം മുതൽ മനസ്സിനെ ചെക്ക് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുന്നേക്കാൾ മുന്നേ മനസ്സ് നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും, നമ്മുടെ കൂടേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അരമണിക്കൂർ കൂടുമ്പോൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ മനസ്സിനെ പിടിച്ചു വലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ കുട്ടികൾ വല്ലാണ്ട് വികൃതി കാണിക്കുമ്പോൾ നമ്മുടെ കണ്ണ് അവരടുത്ത് എത്തുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ വികൃതി അവസാനിപ്പിച്ച് നിൽക്കും. ഇൻ ദ സെയിം വേ നമ്മുടെ മനസ്സും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വികൃതി കൂട്ടനാണ്. അതുകൊണ്ട് അതിനിടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ നമ്മളിലേക്ക് വരാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആദ്യം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരിക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഫ്രീ ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കൂ. ഒരു പക്ഷേ നമ്മൾ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കാം, അതല്ലെങ്കിൽ ഓരോ ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുകയായിരിക്കാം. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ മറ്റെല്ലാ സ്ഥലത്തേക്കും ആ സമയത്ത് മനസ്സിനോട് ചോദിച്ചാൽ ശരീരത്തിന് ആക്ടിവിറ്റി ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാഞ്ഞു നടക്കുക എന്നൊന്ന് ഫ്രീ ആയിട്ടത് വണ്ടർ ചെയ്യാൻ പോകും. അതുകൊണ്ട് തന്നെ പിടിച്ചു കൊണ്ടുവരിക. തൊട്ടടുത്തുള്ള കാര്യം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊന്ന് നോക്കുക. ഒരു പക്ഷേ അടുത്തുള്ള ആളോട് സംസാരിക്കാനായിട്ടാണെങ്കിൽ അത്, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ അവിടെ ഇരിക്കുന്നുണ്ട്, വരുന്നുണ്ട്, പോകുന്നുണ്ട്, എൻ്റെ തൊട്ടടുത്തൊരാൾ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്, അവിടെ നിന്ന് എനിക്ക് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നത്, പുറമെന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ടോ, ഈ റൂമിൽ എന്തൊക്കെയുള്ളത്. മീൻസ് എൻ്റെ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ പുറം ലോകത്ത് നിന്ന് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നർത്ഥം. നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് കൊണ്ടുവന്നു. അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മളിലേക്ക് അതിനെ കൊണ്ടുവരണം.
അതിനെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു 5 to 10 minutes നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് കാലിൻ്റെ പെരുവിരൽ മുതൽ തലവരെ വെറുതെ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, കാലിൻ്റെ അവിടെ ശ്രദ്ധ കൊണ്ടുവന്നു, തലവരെ വന്നു, പിന്നെയും കൊണ്ടുവന്നു, പിന്നെ ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് ഓടി കഴിയുമ്പോഴത്തേക്കും പുറത്തെ ലോകത്ത്, ഈവൻ നിങ്ങൾ ഇരിക്കുന്നത് ബസ്സിലാണെങ്കിൽ പോലും പുറത്തെ ലോകത്ത് നിങ്ങളുടെ അറ്റൻഷൻ കട്ടായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ശ്രദ്ധ നമ്മളിലേക്ക് വന്നു. ആ സമയത്ത് ശ്വാസോച്ഛ്വാസത്തിലൂടെ മനസ്സിനെ യാത്ര ചെയ്യിക്കുക. ആ പ്രാണവായു അകത്തേക്ക് വരുമ്പോൾ മനസ്സ് പതുക്കെ അകത്തേക്ക് വരുന്നതായിട്ടും പുറത്തേക്ക് പോകുന്നതായിട്ടും ഇത്രയും ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൺസെൻട്രേഷൻ പൂർണ്ണമായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്ത സ്റ്റേജ് ചെയ്യേണ്ടത് പതുക്കെ നമ്മുടെ ശ്രദ്ധേനെ ഇരുപുരികങ്ങൾക്ക് മധ്യത്തിൽ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഭ്രൂമധ്യം എന്നതിനെ പറയും. അവിടെ ഒരു സ്റ്റാർ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നതായിട്ടും അതിലേതെങ്കിലും ഒരു ഫീൽ നിങ്ങൾക്ക് ആ സമയത്ത് എന്താ വേണം തോന്നുന്നത്, ശാന്തിയാണെങ്കിൽ അത്, ഹാപ്പിനെസ് ആണെങ്കിൽ അത്, ശക്തിയാണെങ്കിൽ അത്, ഏതെങ്കിലും ഒരു വാല്യൂ, ഒന്നുകിൽ സ്നേഹം, അതിൻ്റെ സ്റ്റാറായിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഇത്രയും സമയം ഇത്രയും കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ഈവൻ ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അപ്പം നമ്മൾ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും, ഇരിക്കുകയാണെങ്കിലും അതല്ല കിടക്കുകയാണെങ്കിലും നമ്മൾ ഓഫീസിലാണെങ്കിലും എവിടെയും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതുള്ളൂ. സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. പക്ഷെ അത്ര സമയം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സ് ഭയങ്കര കാമായിട്ടുണ്ടാവും, കൂളായിട്ടുണ്ടാവും. എസ്പെഷ്യലി ഒരാളെ കാണാൻ പോയിരിക്കുകയാണ്, നമുക്ക് വലിയൊരു കാര്യം നടത്തി കിട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണ്, നമുക്കൊന്ന് ഫേസ് ചെയ്യാനുണ്ട് ഒരാളെ, അങ്ങനെ എന്തെങ്കിലും ഒരു ടാസ്ക് എടുക്കാൻ പോകും മുന്നാണെങ്കിലോ തീർച്ചയായിട്ടും മനസ്സ് വറിയായിരിക്കും. അത് നിങ്ങൾ എത്രയേക്കാൾ മുന്നേ ഓഫീസിൽ പോയിരുന്ന് അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നേക്കാൾ മുന്നേ തന്നെ അത് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കലും നിങ്ങൾക്ക് കിട്ടാണ്ടാവലും പേടിക്കലും ഇതൊക്കെ കാണിച്ചു തരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് മനസ്സിനോട് പറയുക, ഓഫീസിൽ പോകാൻ സമയമായിട്ടില്ല, നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവന്ന ആ സമയം മനസ്സ് ഫുൾ റിലാക്സ്ഡ് ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ അനുഭവിച്ചു, വിഷമം അനുഭവിക്കുന്ന സമയമാണെങ്കിൽ എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയം ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കാമാക്കാൻ സാധിക്കും, കൂളാക്കാൻ സാധിക്കും. ഇത് ഒരുപാട് മനഃശക്തി വേണ്ട ഒരു കാര്യമൊന്നുമല്ല, ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഇത് ചെയ്യണം, മനസ്സിനെ നിങ്ങൾ കാമാക്കണം. മനസ്സ് ഒരു ദിവസം എത്ര കൂടുതൽ ടൈം നിങ്ങൾ കാമാക്കുന്നുണ്ടോ അത്രയും അധികം മനസ്സ് പവർഫുള്ളായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു ചെറിയ മെത്തേഡാണ്, ചെയ്യും എന്നും അനുഭവിക്കുമെന്നും ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളിത് ചെയ്തു നോക്കണം. ഇതിൻ്റെ അനുഭവം തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതണം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഓം ശാന്തി.